വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. സെറ്റ് ബോട്ടണി എക്സാം ഓറിയന്റഡ് ആയിട്ട് സ്റ്റീലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ടെറിഡോഫൈറ്റ്സിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റീലും അവയിൽ വരുന്ന എക്സാമ്പിൾസും ടെറിഡോഫൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസ് കട്ട് ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ എന്താണ് സ്റ്റീൽ, ജസ്റ്റ് എന്താണ് സ്റ്റീൽ എന്ന് നമുക്കറിയാം അല്ലേ. അതായത് ഒരു സ്റ്റെമ്മിലും റൂട്ടിലും ഉള്ള ഒരു വാസ്കുലാർ സിലിണ്ടർ, സെൻട്രൽ വാസ്കുലാർ സിലിണ്ടറിനെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സൈലവും ഫ്ലോയവും പിരിയസൈക്കിള്, ദെൻ പിത്ത് പ്രസന്റ് ആയിട്ടുള്ള കേസിൽ പിത്ത്, ഈ നാലെണ്ണവും കൂടി ചേർന്നതിനെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റീലിന്റെ അറേഞ്ച്മെന്റ് ടെറിഡോഫൈറ്റ്സിൽ വ്യത്യാസമാണ്. പലതരത്തില് എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചില സ്പീഷീസിലൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റീലാർ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്റ്റീൽ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള സയന്റിസ്റ്റ് വാൻ തിയഗം ആൻഡ് ഡുളിയോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1886 ഈ ഒരു സ്റ്റീൽ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ ടെറിഡോഫൈറ്റ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽസിന്റെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പം അതിലൊരു ക്ലാസിഫിക്കേഷൻ പറയുമ്പം ഇവല്യൂഷൻ ബേസ് ചെയ്തിട്ട് പ്രിമിറ്റീവിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീലാർ ഇവല്യൂഷൻ ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ള സ്റ്റീൽ എന്ന് പറയുന്നത് പ്രോട്ടോ സ്റ്റീലിക് ആണ്. അവയിൽ നിന്ന് സൈഫോണോ സ്റ്റീൽ, ഡിക്റ്റിയോ സ്റ്റീൽ, പോളിസൈക്ലിക് സ്റ്റീൽ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ കാണുന്നത് യു സ്റ്റീൽ ആണ്. അപ്പൊ ഇതാണ് ആ ഒരു സ്റ്റീലാർ എവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ട് ആ ഒരു ഇവല്യൂഷൻ. നമുക്ക് ഓരോ ടൈപ്പ് സ്റ്റീൽസും അവയുടെ സബ് ടൈപ്പും വിത്ത് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് പ്രോട്ടോ സ്റ്റീൽ ആണ്. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റീലാണ്. പിന്നെ പ്രോട്ടോ സ്റ്റീലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈലം ആയിരിക്കും സെന്ററിൽ ഉണ്ടായിരിക്കുക. ഒരു സോളിഡ് കോർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. ഇതിന്റെ പിക്ചേഴ്സ് ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് വരക്കുകയാണെങ്കിൽ ഇതാണ് സൈലം. ഇത് ഫുള്ള് സൈലമാണ്. ആ സൈലത്തിന് ചുറ്റിയിട്ടായിരിക്കും ഫ്ലോയം ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു കേസിൽ പിത്ത് ആബ്സെന്റ് ആണ്. പിത്ത് ആബ്സെന്റ് ആയ കേസിലാണ് പ്രോട്ടോ സ്റ്റീൽ കാണുന്നത്. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിലാണ് ഈ ഒരു പ്രോട്ടോ സ്റ്റീൽ കാണുന്നത്. അപ്പൊ ഈ ഒരു പ്രോട്ടോ സ്റ്റീൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഹാപ്ലോ സ്റ്റീൽ എന്ന് പറയുന്നത്. അതായത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഒക്കെ ആ ഒരു ഷേപ്പും അറേഞ്ച്മെന്റും ബേസ് ചെയ്തിട്ടാണ് പ്രോട്ടോ സ്റ്റീലിനെ പല സ്റ്റീലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഹാപ്ലോ സ്റ്റീൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ് ആണ് റൈനി അല്ലെ. ആ ഒരു പ്രോട്ടോ സ്റ്റീലിൽ തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ് ഹാപ്ലോ സ്റ്റീൽ. അതായത് അവയിലുള്ള സൈലം എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ സൈലമാണ്. എക്സാമ്പിൾ റൈനിയാണ്. അതിനുശേഷം വന്നതാണ് ആക്ടിനോ സ്റ്റീൽ. ആക്ടിനോ സ്റ്റീലിന്റെ അകത്ത് സൈലം എന്ന് പറയുന്നത് സ്റ്റാർ ഷേപ്പ് ആണ്. നിങ്ങൾക്ക് എന്താ ക്രോമിൽ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ അവൈലബിൾ ആണെങ്കിൽ ആ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും സൈലം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഇടയിലായിട്ട് ഫ്ലോയം സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റാർ ഷേപ്പുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ സൈലം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? സൈലോട്ടം ആണ്. മൂന്നാമത്തത് പ്ലക്ടോ സ്റ്റീൽ ആണ്. പ്ലക്ടോ സ്റ്റീൽ എന്ന് പറയുമ്പോൾ പ്ലക്ടോ ആ ഒരു പ്ലേറ്റ് പോലെയാണ്. പ്ലക്ടോ പ്ലേറ്റ് ആ ഒരു മീനിങ് വെച്ച് പഠിക്കാം. അതായത് അതിൽ സൈലം ഫ്ലോയും കുറെ പാച്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്സ് ആയിട്ടായിരിക്കും ഈ ഒരു പ്ലക്ടോ സ്റ്റീലിൽ കാണുന്നുണ്ടായിരിക്കുക. ഏകദേശം ആ ഒരു പിക്ചർ വരച്ചാൽ ഇത് ഫ്ലോയം ആണ്. ഫ്ലോയത്തിന്റെ ഉള്ളിൽ ആ ഒരു സൈലം എന്ന് പറയുന്നത് ഇതേപോലെ പാച്ചസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ആ ഒരു കണ്ടീഷനാണ് പ്ലക്ടോ സ്റ്റീൽ. ലൈക്കോപോഡിയം എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് ആണ് ഇതിൽ എക്സാമ്പിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് മിക്സഡ് പ്രോട്ടോ സ്റ്റീൽ ആണ്. അവയിൽ സൈലവും ഫ്ലോയവും ഇറഗുലർ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ടായിരിക്കും. അതായത് സൈലം ചിലപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫ്ലോയം ഇവിടെ, പല രീതിയിൽ ആ ഒരു രീതിയിൽ കാണുന്നതിനാണ് മിക്സഡ് പ്രോട്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. ലൈക്കോപോഡിയത്തിന്റെ ചില സ്പീഷീസിൽ തന്നെയാണ് ഈ ഒരു മിക്സഡ് പ്രോട്ടോ സ്റ്റീൽ കണ്ടുവരുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോ സ്റ്റീലിന്റെ കുറെ ടൈപ്സ് വിത്ത്. ഓക്കെ, ഇത് നെക്സ്റ്റ് വരുന്നതാണ് സൈഫോണോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ ഒരു സൈഫോണോ സ്റ്റീൽ എന്ന് പറയുമ്പോൾ പിത്ത് പ്രസന്റ് ആയിട്ടുള്ള കേസിലാണ് സൈഫോണോ സ്റ്റീൽ. പിത്ത് ആബ്സെന്റ് ആണെങ്കിൽ പ്രോട്ടോ സ്റ്റീൽ ആയിരിക്കും, പിത്ത് പ്രസന്റ് ആണെങ്കിൽ സൈഫോണോ സ്റ്റീൽ ആയിരിക്കും. അതായത് വാസ്കുലർ ടിഷ്യൂ പിത്തിനെ സറൗണ്ട് ചെയ്തിട്ടാണ് വാസ്കുലർ ടിഷ്യൂസ് കാണുന്നത്. പിന്നെ സൈഫോണോ സ്റ്റീൽ തന്നെ പല ടൈപ്പും ഉണ്ട്. അതിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സൈഫോണോ സ്റ്റീലും ഉണ്ട്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും സൈഫോണോ സ്റ്റീലിന്റെ രണ്ട് പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ടൈപ്പിൽ ഒന്നാമത്തേതാണ് എക്ടോഫ്ലോയിക് ആയിട്ടുള്ള സൈഫോണോസ്റ്റീൽ. എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ എന്ന് വെച്ചാൽ എക്ടോഫ്ലോയിക് ആണ് അല്ലെ, അതായത് ഫ്ലോയം ഓൺലി ഔട്ട്സൈഡ് ദ സൈലം, സൈലത്തിന്റെ പുറമെ മാത്രമേ, അതായത് ഒരു കോൺസെൻട്രിക് റിംഗ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ പിക്ചർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഫ്ലോയം ആണ് ഔട്ട്സൈഡ്, സൈലത്തിന്റെ പുറമെയാണ് ഫ്ലോയം കാണുന്നതെങ്കിൽ എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ, അതായത് ഉള്ളില് പിത്ത് ഉണ്ടായിരിക്കും. ഇതൊരു പിത്ത്, ആ പിത്തിനെ സറൗണ്ട് ചെയ്തിട്ട് സൈലം ഉണ്ടായിരിക്കും, സൈലത്തെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയം ഉണ്ടായിരിക്കും. ആ ഒരു കേസിലാണ് എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇക്വിസീറ്റം ആണ്. അതിന്റെ ഇടയിൽ എൻഡോഡെർമിസും പെരിസൈക്കിളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ആംഫി ഫ്ലോയിക് സൈഫോണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ സൈലത്തിന്റെ രണ്ട് സൈഡിലും ഫ്ലോയം കാണുന്നുണ്ട്. അതായത് പിത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ഫ്ലോയം, അത് കഴിഞ്ഞിട്ട് സൈലം, അതിന്റെ മുകളിൽ പിന്നെയും ഒരു ഫ്ലോയം. അതാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് സൈലത്തിന്റെ ബോത്ത് സൈഡ്സ്, അതാണ് ആംഫി എന്നുള്ള മീനിങ്. ബോത്ത് എന്നുള്ള മീനിങ് ആണല്ലോ ആംഫി ഫ്ലോയിക് സൈഫോണോസ്റ്റീൽ. എക്സാമ്പിൾ വരുന്നത് മാർസീലിയ ആണ്. മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ എക്സാംസിനും കുറെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് ക്ലാഡോസൈഫോണിക് സൈഫോണോസ്റ്റീൽ ആണ്. അത് സൈഫോണോസ്റ്റീലിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. ഈ ഒരു സൈഫോണോസ്റ്റീൽ ക്ലാഡോസിഫോണിക് എന്താണെന്ന് വെച്ചാൽ അതൊരു സെൻട്രൽ പിത്ത്, സാധാരണ സൈഫോണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ പിത്ത് പ്രസന്റ് ആണല്ലോ അല്ലെ, അപ്പൊ സെൻട്രൽ പിത്ത് പ്രസന്റ് ആണ്, അതുകൊണ്ട് ഇതൊരു ടൈപ്പ് സൈഫോണോസ്റ്റീൽ ആണ്. പക്ഷെ അവിടെ ലീഫ് ഗ്യാപ്പ് ഇല്ല, ലീഫ് ഗ്യാപ്പ് ആബ്സെന്റ് ആണ്. വാസ്കുലാർ സിലിണ്ടർ ഗിവ് ഓഫ് ലീഫ് ട്രേസസ് വിത്തൗട്ട് ഫോമിങ് ലീഫ് ഗ്യാപ്സ്. അതായത് ക്ലാഡോസിഫോണിക് എന്ന് പറയുന്നതിനർത്ഥം അവിടെ ലീഫ് ട്രേസ് ഫോം ചെയ്യുമ്പോഴും ലീഫ് ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. അങ്ങനെ ലീഫ് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ക്ലാഡോസിഫോണിക് സൈഫോണോസ്റ്റീൽ എന്നാണ് പറയുന്നത്. ക്ലാഡോ എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് എന്നാണ് മീനിങ്, സൈഫോൺ എന്ന് പറയുന്നത് ട്യൂബ് എന്നുള്ള മീനിങ്ങും ആണ്. മെയിൻ ആയിട്ട് ഈ ഒരു കേസിൽ ഓർത്ത് വെക്കേണ്ടത്, അൺലൈക്ക് ഫില്ലോസിഫോണിക് ടൈപ്സ് ലീഫ് ഗ്യാപ്സ് ആർ ആബ്സെന്റ്, അതായത് ലീഫ് ഗ്യാപ്സ് ആബ്സെന്റ് ആണ് ഈ ഒരു ക്ലാഡോസിഫോണിക്കിൽ. ഫില്ലോസിഫോണിക് അങ്ങനെയല്ല, അതിന്റെ കേസ് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ക്ലാഡോസിഫോണിക് സൈഫോണോസ്റ്റീൽ കാണുന്ന ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ ഇക്വിസീറ്റം ആണ്. ഇക്വിസീറ്റത്തിൽ ക്ലാഡോസിഫോണിക്കും കാണുന്നുണ്ട്, എക്ടോഫ്ലോയിക് ആയിട്ടുള്ള സൈഫോണോസ്റ്റീലും കാണുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സൊളനോസ്റ്റീൽ എന്ന് പറയുന്നത്. സൊളനോസ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ്, വേണമെങ്കിൽ നമ്മൾ ആംഫിഫ്ലോയിക് സൈഫോണോസ്റ്റീൽ തന്നെയാണ് സൊളനോസ്റ്റീൽ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഓൺലി വൺ ലീഫ് ഗ്യാപ്പ് എറ്റ് എ ഗിവൺ ലെവൽ, അതായത് ഒരു ലീഫ് ഗ്യാപ്പ് മാത്രമാണ് കാണുന്നതെങ്കിൽ അതാണ് സൊളനോസ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ വാസ്കുലാർ ബണ്ടിൽസ് ഇവിടെ കുറേ സ്ട്രാൻഡ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സൊളനോസ്റ്റീൽ കാണുന്ന എക്സാമ്പിൾ ഓസ്മുണ്ടി ആണ്. അപ്പൊ ഈ ഒരു സൊളനോസ്റ്റീൽ അല്ലെങ്കിൽ ആംഫിഫ്ലോയിക് സൈഫോണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ സൈഫോണോസ്റ്റീലും അതിനുശേഷം വരുന്ന ഇവല്യൂഷണറി സ്റ്റീലാണ് ഡിക്റ്റിയോസ്റ്റീൽ നമ്മൾ പഠിക്കാനുള്ളത്. ഈ ഒരു സൈഫോണോസ്റ്റീലിന്റെയും ഡിക്റ്റിയോസ്റ്റീലിന്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു സൊളനോസ്റ്റീൽ, അല്ലെങ്കിൽ എക്സാമ്പിൾ ഇപ്പം സൊളനോസ്റ്റീൽ ഇല്ലെങ്കിൽ ആംഫിഫ്ലോയിക് ആയിട്ടുള്ള സൈഫോണോസ്റ്റീൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓസ്മുണ്ടി ആണ്. നെക്സ്റ്റ് അഞ്ചാമത്തേതാണ് ഫില്ലോസൈഫോണിക് സൈഫോണോസ്റ്റീൽ. ക്ലാഡോ ആൻഡ് ഫില്ലോ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഫില്ലോസിഫോണിക് സൈഫോണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ സൈഫോണോസ്റ്റീൽ വിത്ത് ലീഫ് ഗ്യാപ്പ് ആണ്. ലീഫ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ലോസിഫോണിക്കും, ലീഫ് ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് ക്ലാഡോസിഫോണിക്കും ആണ്. അപ്പം ലീഫ് ട്രേസ് ഫോം ചെയ്യുമ്പോൾ അവിടെ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ഗ്യാപ്പും ഫോം ചെയ്യുന്നുണ്ട്. ഉള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെറിസും ഡ്രയോപ്റ്റെറിസും ആണ്. ഓക്കെ, ഈ ഒരു ലീഫ് ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, ആ ലീഫ് ഗ്യാപ്പ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഡിക്റ്റിയോസ്റ്റീൽ. അപ്പോൾ ഇവല്യൂഷൻ ആണല്ലോ. ഇപ്പൊ പോളിസിഫോണിക് സൈഫോണോസ്റ്റീൽ ഉണ്ടായി, അവയിലുള്ള സ്റ്റീലിലുള്ള ലീഫ് ഗ്യാപ്പ് ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ ഓവർലാപ്പ് ചെയ്താൽ ഈ ഒരു പോളിസിഫോണിക് സൈഫോണോസ്റ്റീൽ ഡിക്റ്റിയോസ്റ്റീൽ ആയിട്ട് മാറുന്നു. ഓക്കെ, അതാണ് ഇവല്യൂഷൻ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ പഠിക്കാനുള്ളത്. ഇപ്പൊ ഡ്രയോപ്റ്റെറിസ് ആണ് ഫില്ലോസിഫോണിക്കിന് എക്സാമ്പിൾ, ക്ലാഡോസിഫോണിക്കിന് ഇക്വിസീറ്റം ആണ് എക്സാമ്പിൾ. ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ള സ്പെഷ്യൽ ടൈപ്പ്, നമ്മൾ ആദ്യം പ്രോട്ടോസ്റ്റീൽ പഠിച്ചു, ദെൻ സൈഫോണോസ്റ്റീൽ പഠിച്ചു, മൂന്നാമത്തേതാണ് ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുമ്പോൾ ലീഫ് ഗ്യാപ്പ് പ്രസന്റ് ആണ്, പക്ഷെ ആ ഒരു പ്രസന്റ് ആയിട്ടുള്ള ലീഫ് ഗ്യാപ്പ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് സ്റ്റീലാണ് ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള വാസ്കുലാർ ബണ്ടിൽസ് ബ്രേക്ക് ചെയ്ത് കുറെ നെറ്റ്വർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റീലിനെയും നമ്മൾ മെരി സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഓക്കെ, വാസ്കുലാർ ബണ്ടിൽസ് ബ്രേക്ക് ചെയ്ത്
കുറേ വാസ്കുലർ സ്ട്രാൻഡ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഓരോ സ്ട്രാൻഡിനെയും മെരിസ്റ്റീൽ എന്ന് പറയുന്നു. അപ്പം ഈ ഒരു ഡിക്റ്റിയോസ്റ്റീൽ, അതായത് ഈ ഒരു നമ്മള് സൈഫോണോസ്റ്റീൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽ പഠിക്കുമ്പോൾ അതിൽ നിന്നാണ് ഡിക്റ്റിയോസ്റ്റീൽ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ടെറിസിന്റെ കേസിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയോപ്റ്ററിസിന്റെ കേസിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിക്റ്റിയോസ്റ്റീൽ ആയിട്ട് മാറുന്നത് എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഡിക്റ്റിയോസ്റ്റീൽ. ലെപ്റ്റോസ്പൊറാൻജിയേറ്റ് ആയിട്ടുള്ള, അത് എന്താണ് ലെപ്റ്റോസ്പൊറാൻജിയേറ്റ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാനൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഒരു ലെപ്റ്റോസ്പൊറാൻജിയേറ്റ് ഫേൺസ്, ആ ഒരു ടൈപ്പ് ഫേൺസ്, ടെറിസ് പോലെയുള്ള ലെപ്റ്റോസ്പൊറാൻജിയേറ്റ് ആയിട്ടുള്ള ഫേൺസിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്റ്റീലാണ് ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്. നാലാമത്തേതാണ് പോളിസൈക്ലിക് ഡിക്റ്റിയോസ്റ്റീൽ, അതായത് 2 or more rings of ഡിക്റ്റിയോസ്റ്റീൽ. ഡിക്റ്റിയോസ്റ്റീൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് ഹൈലി അഡ്വാൻസ്ഡ് ആകുന്ന കേസിൽ ഒന്നിൽ കൂടുതൽ റിംഗ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ റിംഗ് ഓഫ് ഡിക്റ്റിയോസ്റ്റീൽസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവയുടെ ആ ഒരു ടൈപ്പാണ് പോളിസൈക്ലിക്, ഒന്നിൽ കൂടുതൽ സൈക്കിൾസ് ഓഫ് ഡിക്റ്റിയോസ്റ്റീൽസ്. അപ്പൊ അതിൽ എക്സാമ്പിൾ ആണ് ടെറിഡിയം, മെറ്റോണിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് യു സ്റ്റീൽ എന്ന് പറയുന്നത്. യു സ്റ്റീൽ എന്ന് പറയുമ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ആ ഒരു പ്ലാന്റിൽ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സീഡ് ബിയറിംഗ് പ്ലാന്റ്സിലാണ്, ടെറിഡോഫൈറ്റ്സിൽ നിന്ന് മാറി സീഡ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റിലാണ് യു സ്റ്റീൽ കാണുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ടെറിഡോഫൈറ്റ്സിൽ കാണുന്ന സ്റ്റീലാർ റിവല്യൂഷനിൽ വരുന്ന കുറേ സ്റ്റീൽസ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലാഡോസിഫോണിക് ആണ്, അവിടെ ലീഫ് ഗ്യാപ്സ് ഇല്ല. ദെൻ ഫില്ലോസിഫോണിക് ആണെങ്കിൽ ലീഫ് ഗ്യാപ്പ് പ്രസന്റ് ആണ്. ആ ഒരു ഫില്ലോസിഫോണിക് ലീഫ് ഗ്യാപ്സ് ഓവർലാപ്പ് ചെയ്താൽ, കുറെ ഓവർലാപ്സ് ഉണ്ടെങ്കിൽ അതാണ് ഡിക്റ്റിയോസ്റ്റീൽ. ദെൻ ഒരു ലെവലിൽ സിംഗിൾ ലീഫ് ഗ്യാപ്പ് ആണെങ്കിൽ സോളനോസ്റ്റീൽ ആണ്. പോളിസൈക്ലിക് ആണെങ്കിൽ മൾട്ടിപ്പിൾ റിംഗ്സ് ഓഫ് ഡിക്റ്റിയോസ്റ്റീൽസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓർക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടെറിഡോഫൈറ്റ്സിന്റെ കുറച്ച് എക്സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ദെൻ അവയിൽ കുറച്ച് കണ്ടീഷൻസ്, ടെറിഡോഫൈറ്റ്സിൽ പഠിക്കുന്ന കുറേ ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് ഹോമോസ്പോറി, ഒറ്റ ടൈപ്പ് സ്പോർസ് മാത്രം കാണുന്ന ഒരു ടെറിഡോഫൈറ്റിന് എക്സാമ്പിൾ ആണ് ലൈക്കോപോഡിയം. ദെൻ ഹെട്രോസ്പോറി, രണ്ട് ടൈപ്പ് സ്പോർസ്, മൈക്രോസ്പോർസ് മാക്രോസ്പോർസ് പോലെയുള്ള രണ്ട് ടൈപ്പ് സ്പോർസ് കാണുന്നുണ്ടെങ്കിൽ അത്തരം കേസിനെയാണ് ഹെട്രോസ്പോറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെലാജിനെല്ല, മാർസീലി ആണ്. ദെൻ ലിവിംഗ് ഫോസിൽ ആയിട്ട് അറിയപ്പെടുന്ന ടെറിഡോഫൈറ്റ് ആണ് സൈലോട്ടം. ദെൻ റൈസോഫോർ പ്രസന്റ് ആയിട്ടുള്ളത് സെലാജിനെല്ലയിലാണ്. ആങ്കറിങ്ങിനും അഡാപ്റ്റേഷനും വേണ്ടിയിട്ട് റൂട്ട് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് റൈസോഫോർ. ദെൻ സ്പോറോകാർപ്പ് പ്രസന്റ് ആയിട്ടുള്ളത് മാർസീലിയയിലാണ്. സിനാഞ്ചിയം, അതായത് ട്രൈ ലോക്യൂൾസ് ഉള്ള ഒരു ട്രൈ കണ്ടീഷനിലുള്ള സീഡ്സ്, അല്ലെങ്കിൽ സീഡ് അല്ല, ആ ഒരു സ്പോർ പ്രസന്റ് ആയിട്ടുള്ളതാണ് സൈലോട്ടം എന്ന് പറയുന്നത് സിനാഞ്ചിയം. ദെൻ പ്ലക്ടോസ്റ്റീൽ പ്രസന്റ് ആയിട്ടുള്ളതാണ് ലൈക്കോപോഡിയം. ഡിക്റ്റിയോസ്റ്റീൽ ടെറിസ് ആണ്. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നിങ്ങൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ്പൊറാഞ്ചിയേറ്റ് ആണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ്, അതായത് ഡിക്റ്റിയോസ്റ്റീൽ പ്രധാനമായിട്ടും കാണുന്നത് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സ്പൊറാഞ്ചിയ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് ഒരു മിനി ഇനീഷ്യൽ സെൽസിൽ നിന്നാണ് ഈ ഒരു യൂസ്പൊറാഞ്ചിയേറ്റ് ഫോം ചെയ്യുന്നത്. കൂടാതെ ഒരു ഒറ്റ സിംഗിൾ സെല്ലിൽ നിന്നാണ് ഈ ഒരു സ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ്. യൂസ്പൊറാഞ്ചിയേറ്റിന്റെ വോള് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള വോൾ ആയിരിക്കും. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ ഒറ്റ ലെയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. യൂസ്പൊറാഞ്ചിയത്തിന് ഉള്ളിലുള്ള സ്പോർസിന്റെ എണ്ണം മിനിയാണ്. പക്ഷേ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ 64 നമ്പർ ആണ് യൂഷ്വലി ഉണ്ടാകുന്നത്. യൂസ്പൊറാഞ്ചിയേറ്റിന് എക്സാമ്പിൾ ഉഫിയോഗ്ലോസും ആണ്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ആണെങ്കിൽ ടെറിസ്. കുറച്ചും കൂടി അവിടെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. റൈസോസ്പോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെലാജിനല്ല. ലിഗ്യൂൾസ് പ്രസന്റ് ആയിട്ടുള്ളതും സെലാജിനല്ലി ആണ്. ദെൻ സ്പോറോകാർപ്പ് മാർസീലി ആണ്. ആനുലസ് പ്രസന്റ് ആയിട്ടുള്ളത് ട്രൂ ഫേൺസിലാണ്. ദെൻ സിലിക്ക ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള സ്റ്റെം ഉള്ളതും നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടെറിഡോഫൈറ്റ് ആണ് ഇക്യുസിറ്റം. ഇവിടെ ഒരു എമ്മും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരു പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കൂടാതെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.